ഈശ്വമിശിയെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡോക്ടർ സൈറസ് വേലംപറമ്പിൽ പാലാ രൂപതയിൽപ്പെട്ട അച്ഛനാണ്. ഞാൻ 2000 മുതൽ 2009 വരെ KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിട്ടും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടും POCയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ആ അവസരത്തിൽ ഏറ്റെടുത്ത ഒരു പ്രധാന ശുശ്രൂഷയായിരുന്നു കേരള സഭയുടെ POC ബൈബിൾ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കുക എന്നുള്ളത്. ആ ദൗത്യം പൂർത്തിയായി. ഇന്ന് ആ ബൈബിളിൻ്റെ പ്രതി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ആ പ്രകാശന ചടങ്ങ് ഇന്ന് POCയിൽ വെച്ച് KCBCയുടെയും കേരള സന്യാസ സഭകളുടെ സംയുക്ത സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. അതിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. കേരള സഭയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഒരു നല്ല പരിഷ്കരിച്ച ബൈബിൾ, മലയാള ബൈബിൾ വിവർത്തനം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ, മലയാളക്കരയുടെ ഒരു വലിയ ചിരകാല അഭിലാഷമായിരുന്നു ഒരു തനതായ മലയാള ബൈബിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. കേരള സഭാ മക്കൾക്ക് കേരള സഭയുടെ അംഗീകൃതമായിട്ടുള്ള ഒരു ബൈബിൾ തർജ്ജമ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ബൈബിൾ തർജ്ജമ 1981 KCBC ആദ്യമായിട്ട് പുറത്തിറക്കി. POC ബൈബിൾ എന്ന പേരിലാണ് ആ ബൈബിൾ തർജ്ജമ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു ബൈബിൾ തർജ്ജമ ആദ്യമായിട്ട് പ്രകാശനം ചെയ്തത്. ആ ബൈബിൾ പതിപ്പ് ഇറങ്ങിയതോടുകൂടി കേരളത്തിലെ മലയാളികളായ ക്രൈസ്തവരുടെ വചനദാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹശമനിയായിട്ട് ഈ ബൈബിൾ തീരുകയുണ്ടായി. എല്ലാ കത്തോലിക്ക ഭവനങ്ങളിലും മാത്രമല്ല, എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും ഈ POC ബൈബിൾ വചന വായനയ്ക്കായിട്ടും പഠനത്തിനായിട്ടും ലഭ്യമായി തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു ഒരു നല്ല കറകളഞ്ഞ ശരിയായിട്ടുള്ള തർജ്ജമയോടുകൂടിയ മൂലഭാഷകളോട് വിശ്വസ്ത പുലർത്തുന്ന ഒരു ബൈബിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. POC ബൈബിളിൻ്റെ ഒരു പരിഷ്കരിച്ച വിവർത്തനം, കൂടുതൽ സമ്പുഷ്ടമായ അർത്ഥത്തോടുകൂടി ഒരു വിവർത്തനം ഉണ്ടാകുക എന്നത്, അതിനുള്ള ശ്രമമാണ് പിന്നീട് 2008 ഉണ്ടായത്. KCBC പ്രഖ്യാപിച്ച വചനവർഷം പ്രമാണിച്ച് ഈ ഒരു ദൗത്യവും കൂടി ഏറ്റെടുക്കുകയായിരുന്നു. അന്നത്തെ ബൈബിൾ കമ്മീഷന്റെ ചെയർമാനായിരുന്ന തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാനായിരുന്ന റൈറ്റ് ഡോക്ടർ മരിയ കലിസ്തുസ് സൂസേപ്പാക്യം പിതാവ് ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തു. പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള KCBCയുടെയും പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം ബൈബിൾ പരിഷ്കരിച്ച ബൈബിൾ പതിപ്പ് ഇറങ്ങുന്നതിലേക്ക് മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു. അതനുസരിച്ച് POCയിൽ അന്നത്തെ കേരള സഭയിലെ പ്രസിദ്ധരായ ബൈബിൾ പണ്ഡിതരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്ത് ബൈബിൾ വിവർത്തനത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. അതനുസരിച്ച് 2008 പുതിയ നിയമ ബൈബിൾ വിവർത്തനം തുടങ്ങാമെന്ന് വിചാരിച്ചു. ബൈബിൾ വിവർത്തനത്തിന് ഒരു കമ്മിറ്റി എടുത്തു. അന്ന് ആദ്യം ബൈബിൾ പണ്ഡിതനായ അഗസ്റ്റിൻ മുള്ളൂർ OCDയുടെ നേതൃത്വത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ തൊണ്ടിപ്പറമ്പിൽ അച്ഛൻ, ദിവംഗതനായ അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അനാവറമ്പിൽ അച്ഛൻ,
കുര്യൻ വാലുപറമ്പിലച്ചൻ തുടങ്ങിയ ബൈബിൾ പണ്ഡിതരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോ പുസ്തകങ്ങളും എടുത്ത് അതിൻ്റെ തർജ്ജിമ, ശരിയായ മൂലകത്തോട് തർജ്ജിമ, ഒരു വിശ്വസ്തപ്പെടുത്തിക്കൊണ്ട് തർജ്ജിമ തയ്യാറാക്കിയത്. ബൈബിൾ എഴുതപ്പെട്ടത് മൂലഭാഷ ഗ്രീക്ക്, ഹീബ്രു എന്നീ ഭാഷകളിലാണ്. പഴയ നിയമം ഹീബ്രു ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് ഏറ്റവും ആദ്യ ബൈബിൾ എഴുതപ്പെട്ടത്. ഇന്ന് നമുക്ക് മലയാളത്തിലുള്ളത് ഈ മൂലഭാഷയുടെ ഒരു വിവർത്തനമാണ്. ഈ വിവർത്തനം നമ്മുടെ ഭാഷാ പരിമിതികളിലാണ് തർജ്ജമ ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ മൂലഭാഷയിലെ ബൈബിളിൻ്റെ വാക്കുകളുടെ അർത്ഥം ശരിയായിട്ട് തർജ്ജമ ചെയ്യാനും ശരിയായ ഭാഷയും വാക്കുകളും ഉപയോഗിക്കാനും പറ്റുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പം അതിന് ഗ്രീക്ക്, ഹീബ്രു ഭാഷ അറിയാവുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മലയാള ഭാഷയിൽ അറിവുള്ളവരുണ്ടാകണം. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് ബൈബിൾ പണ്ഡിതരുടെയും മലയാള ഭാഷ വിദഗ്ധരായ ഡോക്ടർ പ്രീമുസ് പെരിഞ്ചേരി സാറും അതുപോലെ ചെറിയാൻ കുരിന്തോടത്തച്ഛനും ഒക്കെ അന്ന് ഞങ്ങളെ സഹായിച്ചവരാണ്. ഭാഷാശുദ്ധിക്ക് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ അവരുടെ സഹകരണം ഉണ്ടായിരുന്നു. ശരിയായിട്ടുള്ള തർജ്ജിമയുടെ ഒരു പതിപ്പ് ആദ്യം ഈ ബൈബിൾ പണ്ഡിതന്മാർ തയ്യാറാക്കി അതിനുശേഷം യോസിയിൽ ഒത്തുകൂടി ഈ ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഭാഷ ശരിയായിട്ടുള്ള ഭാഷയും ശരിയായിട്ടുള്ള ദൈവശാസ്ത്രമായിട്ടുള്ള ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള വാക്കുകളുടെ തർജ്ജമയുമാണെന്ന് ഓരോ വാക്യങ്ങളും എടുത്തും ഓരോ വാക്കുകളെടുത്തും പഠിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യം അങ്ങനെ തർജ്ജമ തയ്യാറാക്കി ഓരോ പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ ആദ്യം എടുത്തു, പിന്നെ പുസ്തക പ്രവർത്തനങ്ങൾ, പിന്നെ ലേഖനങ്ങൾ, ഓരോ പുസ്തകവും അവസാനം വെളിപാടും എടുത്ത് ശരിയായിട്ടുള്ള തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി പിന്നെ അവ തയ്യാറാക്കി DTP എടുത്ത് പിതാക്കന്മാർക്ക് സമർപ്പിക്കുകയും അവര് അത് അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ പുതിയ നിയമം പൂർത്തിയാക്കിയത്. ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പുതിയ നിയമം തർജ്ജമ വിവർത്തനം ഏകദേശം തന്നെ പൂർത്തിയാക്കി എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. സമ്പൂർണ്ണ ബൈബിൾ പഴയ നിയമത്തിലേക്ക് കടന്നത് പിന്നീട് വന്ന ജോഷിമയ്യച്ഛനും അതുപോലെ തന്നെ പുതുശ്ശേരി അച്ഛനും കൂടി തയ്യാറാക്കി ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിളായിട്ട് ഇപ്പോഴത്തെ കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്ന ജോജു കോക്കാട്ടച്ഛൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ നാവറമ്പിലച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ബൈബിൾ സമ്പൂർണ്ണമായിട്ട് പ്രിന്റ് ചെയ്ത് ഭാഷാശുദ്ധി വരുത്തി കൃത്യമായ ഒരു തർജ്ജമ മലയാളക്കരയ്ക്കായിട്ട് നൽകുകയാണ്. മലയാളക്കരയ്ക്ക് അല്ലെങ്കിൽ മലയാള ക്രൈസ്തവർക്ക്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വീടുകളിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ബൈബിൾ പഠനത്തിനും എല്ലാം ഉപകരിക്കത്തക്ക രീതിയിൽ, ആരാധനാക്രമങ്ങൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ ബൈബിൾ ലഭ്യമാകുന്നു. മലയാളത്തിലേക്ക് ഈ ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. മലയാള ക്രൈസ്തവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് ഈ POC ബൈബിൾ. നമുക്ക് ഈ വലിയ ദൈവാനുഗ്രഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുകയും ആ ബൈബിൾ വായിക്കാനും പഠിക്കാനും വചനവായന ജീവിക്കാനും അതനുസരിച്ച് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ആദ്യ പതിപ്പ് ഇറങ്ങിയപ്പോൾ അതേക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. ഭാഷാപരമായിട്ട് അതിൻ്റെ അകത്ത് തിരുത്തലുകൾ ആവശ്യമാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ബൈബിൾ പണ്ഡിതരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. തർജ്ജമ ശരിയായിട്ടുള്ള തർജ്ജമകൾ വരാനുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ബൈബിൾ പണ്ഡിതരുടെയും അന്ന് അഭിപ്രായമുണ്ടായപ്പോൾ അതേക്കുറിച്ച് വിദഗ്ധമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന്
ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ബൈബിൾ പണ്ഡിതന്റെ സമ്മേളനങ്ങൾ VOC-യിൽ പലപ്പോഴും കൂടുമായിരുന്നു. അപ്പോഴെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ KCBC മെത്രാന്മാരുടെ ഇടയിൽ ചർച്ച വന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ആ തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിലാണ് പരിഷ്കരിച്ച ബൈബിൾ ഇറക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള തീരുമാനം ഉണ്ടായത്. എല്ലാ ഭാഷകളിലും ഇതുപോലെ പരിഷ്കരിച്ച ബൈബിൾ കാലാകാലങ്ങളിൽ ഇറക്കിയിരുന്നു. ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ ബൈബിൾ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, അവരും ഇതുപോലെ തന്നെ പുതിയ പുതിയ പതിപ്പുകൾ ബൈബിളിന് തന്നെ ഇറക്കുന്നുണ്ട്. ബൈബിൾ പഠന രംഗത്തുണ്ടാകുന്ന പുരോഗതി, ബൈബിൾ ഗവേഷണത്തിൽ ഉണ്ടാകുന്ന വളർച്ചയനുസരിച്ച് ബൈബിളിലെ വാക്കുകളുടെ ദൈവശാസ്ത്രത്തിന്റെ കൂടുതൽ അർത്ഥസ്പഷ്ടമായിട്ടുള്ള ഒരു ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതനുസരിച്ച് പതിപ്പുകൾ ഇറക്കുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ മലയാളത്തിലും അങ്ങനെ ഈ ബൈബിൾ ഇറക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. കത്തോലിക്ക ബൈബിൾ വർധനത്തിന് പല രീതിയിലുള്ള പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. നമുക്ക് കത്തോലിക്ക സഭയ്ക്ക് ബൈബിളിനുള്ളത് 73 പുസ്തകങ്ങളാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് 66 പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, പുസ്തകങ്ങളുടെ പേരുകളിലും വ്യത്യാസമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ പുസ്തകങ്ങളുണ്ട്. ആ കൂടുതൽ പുസ്തകങ്ങൾ അവരുടെ പുസ്തകത്തിൽ കാണുകയില്ല. അതുപോലെ പുസ്തകങ്ങളുടെ പേരുകളിലും വ്യത്യാസമുണ്ട്, തർജ്ജമകളിലും വ്യത്യാസമുണ്ട്. മലയാളക്കരയ്ക്ക് തന്നെ ഓശാന ബൈബിൾ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാത്ത ബൈബിളാണ്. അതിന്റെ തർജ്ജമയില് വ്യത്യാസങ്ങളുണ്ട്. മലയാളത്തില് ഉപയോഗിക്കുന്ന കോമൺ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തർജ്ജമ ചെയ്യുമ്പോൾ അത് ബൈബിളിന്റെ മൂലഗ്രന്ഥത്തോട് വിശ്വസ്ത പുലർത്തുന്നില്ല, മൂലഗ്രന്ഥത്തിലെ ആശയങ്ങളോട് വിശ്വസ്ത പുലർത്തുന്നില്ല. ഉദാഹരണത്തിന് ഓശാന ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം, ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് അരയിൽ കച്ച ചുറ്റി എന്നൊരു പദമാണ് നമുക്ക് ഉപയോഗിച്ചത്. കച്ച എന്ന് പറയുന്നത് മൂലഗ്രന്ഥത്തിൽ ഒന്നുകൂടി ചേർന്ന് പോകുന്ന ഒരു പദമാണ്. പക്ഷെ ഓശാന ബൈബിളിൽ കാണുന്നത് തോർത്തെടുത്ത് ചുറ്റി എന്നാണ്. തോർത്തെടുത്ത് ചുറ്റുക എന്ന് പറയുന്നത് തോർത്ത് എന്നൊരു വാക്ക് അന്ന് ഇസ്രായേലിൽ ഇല്ലാത്തൊരു കാര്യം, മലയാളിയുടെ മാത്രമൊരു കാര്യം. മലയാളികളുടെ സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ആ വസ്ത്രമല്ല ഈശോ എടുത്ത് ചുറ്റിയത്. ആ രൂപത്തിലും ആ പ്രകൃതിയിലുമുള്ള വസ്ത്രമല്ല ഈശോ എടുത്ത് ചുറ്റിയത്. ഈശോ ചുറ്റിയ വസ്ത്രം കച്ച എന്നുള്ളൊരു ആശയം തന്നെയാണ് കൂടുതൽ അർത്ഥസ്പഷ്ടമായത്. മലയാളികളുടെ മനസ്സിന് കൂടുതൽ ഒരു സംതൃപ്തി നൽകുന്ന ഈശോ ഉപയോഗിച്ച ആ വാചകവും കച്ച എന്നാണ്, കച്ചെടുത്ത് ചുറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ ബൈബിളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വേണ്ടി കാണിക്കാൻ സാധിക്കുന്ന ഈ കാനായിലെ കല്യാണ സമയത്ത് ഈശോയുടെ അടുക്കല് മാതാവ് വന്നുകൊണ്ട് പറയുന്ന ആ ആവശ്യം, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കുന്നത് എനിക്കും നിനക്കും എന്ത് എന്നുള്ളതാണ്. മലയാള ബൈബിളില്, VOC ബൈബിളില്, കത്തോലിക്ക ബൈബിളില് തർജ്ജമ ചെയ്തത് എനിക്കും നിനക്കും എന്ത്, ഇക്കാര്യത്തിൽ എനിക്കും നിനക്കും എന്ത് എന്നുള്ള സെൻസാണ്. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അവർ തർജ്ജമ ചെയ്യുന്നത് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ളൊരു ആശയമാണ്. എനിക്കും നിനക്കും ഇക്കാര്യത്തിൽ എന്ത് എന്നുള്ള ആശയമാണ്, ആശയമല്ല എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ള ആശയമാണ്. അപ്പൊ സെൻസ് മാറി, അവിടെ ആശയം മാറി. അത് അവരുടെ ദൈവശാസ്ത്രം ബൈബിളിൽ തിരികെ കയറ്റുന്നു. നമ്മുടെ ബൈബിൾ മൂലഗ്രന്ഥത്തോട് തർജ്ജമയോട് വിശ്വസ്ത പുലർത്തുന്ന തർജ്ജമയാണ്, മൂലഭാഷയോട് വിശ്വസ്ത പുലർത്തുന്ന തർജ്ജമയാണ്. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സഹായമായ തർജ്ജമയാണ്. അപ്പൊ പുസ്തകങ്ങളിലെ വ്യത്യാസം, ഭാഷയിലെ വ്യത്യാസം, ദൈവശാസ്ത്ര ആശയങ്ങളുടെ വ്യത്യാസം അത് നമുക്കുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാല് പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ബൈബിളിൽ പുസ്തകങ്ങൾ കുറവെന്ന് പറയുന്നു. പുസ്തകങ്ങൾ കുറവെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ കുറവുണ്ട്. ആ വിശ്വാസ കാര്യങ്ങളിലുള്ള കുറവൊന്നും നമ്മൾ
കത്തോലിക്കര് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്, വിശ്വാസമാണ്. പെന്തക്കോസ്ത് സഭയില് അല്ലെങ്കിൽ CSI മാർത്തോമാ സഭകളില് അവര് വ്യവസ്ഥ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ആ ബൈബിളില് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അത് അവർക്കില്ലാത്തൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ അവർക്കില്ല, അതുകൊണ്ട് തന്നെ ആ വിശ്വാസം അവർക്കില്ല. നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്നു, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഈ ബൈബിൾ പുസ്തകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവരുണ്ട്. നമ്മുടെ ബൈബിൾ സമ്പൂർണമാണ്, നമ്മുടെ വിശ്വാസം പൂർണ്ണവുമാണ് എന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ വാക്കുകൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആദ്യം മുതലേ ബൈബിൾ ഓരോ വാക്കുകളും എടുത്തുകൊണ്ടുള്ള തർജ്ജമയായിരുന്നു. പല ഭാഗങ്ങളിൽ അത് പ്രത്യേകിച്ച് ഇന്നൊരു വാക്ക് ആണ് മാറ്റിയതെന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം മുതൽ അവസാനം വരെയും വാചകഘടനയില് ധാരാളം വാക്കുകളിലും ആശയങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പഴയത് അതുപടി തന്നെ സ്വീകരിക്കേണ്ട സ്ഥലങ്ങളിൽ പഴയത് അതുപടി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റങ്ങള്, വ്യത്യാസങ്ങള് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഒരു വാക്ക് മാത്രം മാറ്റുന്ന രീതി എന്ന് പറഞ്ഞെടുത്ത് കാണിക്കാൻ ഇതിനേക്കാൾ ഉപരിയായിട്ട് പലയിടങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2008 തുടങ്ങി വെച്ചത് 2025 പൂർത്തിയാകുന്നത്. 2013 പുതിയ നിയമത്തിന്റെ ആദ്യം ഇറങ്ങുന്നു പുതിയ നിയമം മാത്രമായിട്ട്. പിന്നീട് പഴയ നിയമത്തിലേക്ക് കടന്ന പഴയ നിയമം പൂർത്തിയാക്കി ഇപ്പോൾ പൂർത്തിയാകും 2025. യഥാർത്ഥത്തില് അന്ന് തന്നെ ആദ്യം കൂടിയ മീറ്റിങ്ങിൽ തന്നെ എല്ലാ പുസ്തകങ്ങളും എല്ലാവർക്കുമായിട്ട് വിരിച്ചു കൊടുത്താണ് 73 പുസ്തകങ്ങളും പുതിയ നിയമം പഴയ നിയമം. പിന്നെ എടുത്ത് ചർച്ച ചെയ്ത് ഓരോന്നോരോന്ന് പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് പുതിയ നിയമത്തിൻ്റെതായിരുന്നു. പുതിയ നിയമം ആദ്യം പൂർത്തിയാക്കി. പിന്നീട് പഴയ നിയമത്തിന്റെ തന്നെ എടുത്ത് ഓരോ പുസ്തകവും വാക്കുകളും എടുത്ത് പഠിച്ച് പൂർത്തിയാക്കിയത് പിന്നീട് 2013 ശേഷം അതിന് പ്രത്യേക കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ പഠിച്ച് പൂർത്തിയാക്കുകയുമായിരുന്നു. പണ്ഡിതന്മാരുടെയിലും ആളുകളുടെയിലും VOC ബൈബിളില് പല തിരുത്തലുകളും ആവശ്യമാണെന്ന ഒരു ചർച്ച സജീവമായിരുന്നു. തർജിമ ശരിയായിട്ടുള്ള തർജിമയല്ല എന്നുള്ള ഒരു പോരായ്മ പല ബൈബിൾ പണ്ഡിതന്മാരും അന്ന് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. CBC മെത്രാൻ സമിതിക്കും അത് ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തില് അന്നത്തെ കമ്മീഷന്റെ ചെയർമാൻമാരായിരുന്ന സൂസപാക്യ പിതാവും അതുപോലെ കോതമംഗലം രൂപതയുടെ മെത്രാനായ ജോർജ് പുന്നക്കുട്ടിൽ പിതാവും ഈ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തില് പരിഗണിക്കുകയും, രണ്ടുപേരും ബൈബിൾ പണ്ഡിതരാണ്, അവര് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തില് ഇത് ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ശരിയായിട്ടുള്ള വചനം ആളുകൾക്ക് ലഭ്യമാക്കുക, മൂലഭാഷയിൽ വന്ന ആശയവും തർജ്ജിമ ഭാഷ മലയാളക്കരയ്ക്കും ലഭ്യമാക്കുക എന്നുള്ള നല്ല അർത്ഥസമ്പുഷ്ടതയോടും വിശ്വസ്തയോടും കൂടിയുള്ള ഒരു ബൈബിൾ. അതാണ് ഈശോ സംസാരിച്ചതും ബൈബിൾ എഴുതപ്പെട്ടതും മലയാളത്തിലല്ല. എഴുതപ്പെട്ടതെന്ന മൂലഭാഷ ഗ്രീക്ക് ഹീബ്രു ആണ്. അപ്പോൾ അതിന്റെ ഭാഷയിലെ പദങ്ങളോടും നവ്യശാസ്ത്രത്തോടും വിശ്വസ്തതയെ വളർത്തുന്ന ഒരു ബൈബിൾ ഇറക്കേണ്ടത് മലയാളത്തിന് ആവശ്യമാണെന്ന്. അപ്പൊ ആ കൂടുതൽ അർത്ഥസമ്പുഷ്ടത ഉള്ള ഒരു ബൈബിൾ അതാണ് ഇപ്പോൾ വരുന്നത്. നല്ലൊരു അച്ഛന്മാരുടെ ഗണം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ ബൈബിളിന്റെ ചെയർമാൻമാരായിട്ടുള്ള പിതാക്കന്മാരെല്ലാം തന്നെ ബൈബിൾ പഠിച്ചവരാണ്. പുന്നക്കുട്ടി പിതാവ്, അതുപോലെ
സൂസ്യപ്പാക്കി പിതാവ്, പിന്നെ മറ്റുപുഴ ബിഷപ്പായിരുന്ന യൂലിയസ് പിതാവ്, പിന്നെ ഇപ്പോൾ അനാവറം പിതാവ്, ഇപ്പോഴത്തെ ചെയർമാനായ അനാവറം പിതാവും ഇവരെല്ലാം ബൈബിൾ പണ്ഡിതന്മാരാണ്. അതുപോലെ തന്നെ അനുദിന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബൈബിൾ പണ്ഡിതന്മാര് മുള്ളൂരച്ഛന്, സന്യാസഭയിൽപ്പെട്ട മുള്ളൂരച്ഛന്, അതുപോലെ തൊണ്ടിപ്പറമ്പിലച്ഛന്, അതുപോലെ ബേഴുകാട്ടിലച്ഛന്, പിന്നെ സെബാസ്റ്റ്യൻ കുറ്റ്യാനിയിലച്ഛന്, ജേക്കബ് പ്രസാദ് അച്ഛന്, ഗുരുവായൂരച്ഛന്, പിതാവാകുന്നതിന് മുമ്പ് അനാവറമ്പിലിന് പിതാവും അച്ഛനായിരുന്ന കാലത്തും അതിന് 8 ദിവസങ്ങളോളം വന്ന് ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. ഇനിയും വലിയൊരു നില തന്നെ വേറെയും ഇതിനകത്ത് പറയാനുണ്ട്. ജേക്കബ് പ്രസാദ് അച്ഛന്, ഇവരെല്ലാവരും ഈ രംഗത്ത് ദിവസങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ള അച്ഛന്മാരാണ്. ഞാൻ പേര് പറയാത്തവരിലും നമ്മുടെ ബൈബിളിൽ ധാരാളം അവരെല്ലാവരുടെയും സേവനം ആവശ്യമായ നിലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ടും ഭാഷാപരമായിട്ടും തെറ്റില്ലാത്തതായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ബൈബിളിൽ തെറ്റ് വന്നാൽ അത് തെറ്റ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന, പാപം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ബൈബിളിൽ തെറ്റോ പാപമോ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും അക്ഷന്തമായത് അപരാധമാണല്ലോ. അതുകൊണ്ട് ബൈബിൾ തെറ്റില്ലാത്തതാക്കി ഇറക്കുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഭാരിച്ച ജോലി അതിൻ്റെ പുറകിലുണ്ട്, വർഷങ്ങളുടെ ജോലി അതിൻ്റെ പുറകിലുണ്ട്. അത് തർജ്ജമ, ഞാൻ പറഞ്ഞല്ലോ, ഭാഷയിൽ പഠിച്ചവരായിരിക്കണം, ബൈബിൾ പണ്ഡിതരായിരിക്കണം, ബൈബിൾ അറിയാവുന്നവരായിരിക്കണം, ബൈബിളിന്റെ തിയോളജി അറിയാവുന്നവരായിരിക്കണം, ഈശോയുടെയും സുവിശേഷന്മാരുടെയും ബൈബിൾ ഗ്രന്ഥകാരന്മാരുടെയും മനോഭാവം സ്വീകരിച്ചവരായിരിക്കണം, അന്നത്തെ ഭാഷയും സംസ്കാരവും അറിയാവുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു സേവനമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അത് ഗ്രീക്ക് ഹീബ്രു ഭാഷ മാത്രമല്ല, മലയാള ഭാഷയും അറിയാവുന്നതായിരിക്കും. മലയാളത്തിലേക്ക് ഇത് ലഭ്യമാക്കാൻ, മലയാളത്തിലെ ശരിയായിട്ടുള്ള വാക്കുകൾ, പദങ്ങൾ ലഭ്യമാകുക, ശരിയായ രീതിയിൽ അതിൻ്റെ ആശയങ്ങൾ, ബൈബിളിന്റെ തിയോളജി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിനോട് സഭാപരമായിട്ടുള്ള അല്ലെങ്കിൽ വചനത്തോട് ആഭിമുഖ്യമുള്ള ബൈബിൾ സംശോധകരെയും കിട്ടുക, ഭാഷ അറിയാവുന്നവരെയും കിട്ടുക എന്നുള്ളതും ആവശ്യമാണ്. അപ്പൊ അതും അറിയാവുന്നവരാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. പരിചയം സാറും കുര്യന്തോർത്തച്ഛനും ഒക്കെ ആ നിലയിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്, സഹകരിച്ചിട്ടുള്ളവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഓർമ്മ എന്നതിനേക്കാളായിട്ട് ഈ ബൈബിൾ ഇതിനു വേണ്ടി ശ്രമിക്കാൻ സാധിച്ചു, ഇറക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സംതൃപ്തി നൽകുന്നതാണ്. തുടങ്ങി വെച്ച ഒരു ദൗത്യം പൂർത്തിയാക്കി അത് സഭയ്ക്ക് ലഭ്യമാക്കുന്നു, മലയാളക്കരയ്ക്ക് ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ധാരാളം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. യുഎസിലായിരുന്നപ്പോൾ കേരളസഭയിൽ വചനരംഗത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. 2008 ദൈവവചന വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ്. ആ വർഷം വിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. വചനത്തിന് വ്യാപ്തി നൽകാനായിട്ട്, വചന വ്യാപനത്തിനായിട്ട് ധാരാളം പ്രവർത്തിച്ച അവസരമാണ്. അതിൽ ഏറ്റവും ഒരു പ്രധാന ജോലിയായിരുന്നു ലോഗോസ് ക്വിസ്. ഈ വർഷം അതിൻ്റെ 25ാം വർഷമാണ്. യുഎസിൽ അന്ന് തുടങ്ങി വെച്ച ആ ലോഗോസ് ക്വിസ് ഭംഗിയായിട്ട് കേരളസഭയിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. 5 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു വചന പഠനമായിട്ട്, വചന വായനയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇതെല്ലാം വചനത്തിനും ബൈബിളിനും നൽകുന്ന പ്രോത്സാഹനമാണ്. CBC തലത്തിൽ നൽകുന്ന, സഭ നൽകുന്ന ഒരു പ്രോത്സാഹനമാണ്. സഭ ബൈബിളിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇതെല്ലാം തെളിയിക്കുന്ന കാര്യങ്ങളാണ്. വചനത്തിന് വേണ്ടിയിട്ട്, ബൈബിളിന് വേണ്ടിയിട്ട് സഭ വളരെ ഊന്നൽ നൽകുന്നുണ്ട്, വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. CBC ബൈബിൾ കമ്മീഷനും രൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റും ബൈബിൾ സൊസൈറ്റിയും എല്ലാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളസഭയുടെ ഘടകങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ഒന്നിച്ച് ഈ സംരംഭം വിജയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയ ഒരു ദൗത്യം തന്നെയാണ്. ആ ദൗത്യം ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും ഇന്ന് അതിന്റെ പൂർത്തീകരണം കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്.